എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ എന്ന് പറയുമ്പോൾ ഒഫീഷ്യലായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഷെഡ്യൂൾ പ്രകാരം ജൂൺ 21 തീയതിയാണ്. സാധാരണത്തിൽ യൂണിവേഴ്സിറ്റികൾ ഷെഡ്യൂളിൻ്റെ ഒരു ദിവസം മുമ്പ് തന്നെ അലോട്ട്മെൻറ്റുകൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിസൾട്ടും നിങ്ങൾക്ക് നാളെ വൈകുന്നേരത്തോടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admission.uoc.ac.in/admission എന്നുള്ള പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ എടുക്കണോ, അതുപോലെ ആരൊക്കെയാണ് മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, അതുപോലെ ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയാൽ എന്താണ് ചെയ്യുക, ഇഷ്ടമില്ലാത്ത കോഴ്സാണ് കിട്ടുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ വിദ്യാർത്ഥികൾ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങളും മാറാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതായത് admission.uoc.ac.in/admission എന്നുള്ള ആ ഒരു ലിങ്ക് വഴി ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ FIUGP 2025-26 ട്രയൽ അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ട്രയൽ എന്നുള്ളതിന് പകരം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്നായിരിക്കും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെയുള്ള ക്ലിക്ക് ഹിയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയാണ് നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്ന ശേഷം നിങ്ങൾക്ക് ക്യാപ്പ് ID അതുപോലെ തന്നെ സെക്യൂരിറ്റി കീ എന്നിവ നൽകുന്നതിനും ലോഗിൻ ചെയ്യാനുള്ള ഒരു ബട്ടണും അവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ക്യാപ്പ് IDയും സെക്യൂരിറ്റി കീയും നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതായത് ഈ ഒരു ഓപ്ഷന് താഴെ തന്നെയായിട്ട് ഫോർഗോട്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് ഉണ്ടാവും. അപ്പോൾ അതിന് നേരെ ക്ലിക്ക് ഹിയർ എന്നുള്ള ഒരു ലിങ്ക് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഹിയർ എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ID എന്നിവ നൽകാനുള്ള ഭാഗമുണ്ടാകും. അതിനുശേഷം താഴെ സബ്മിറ്റ് ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് അതായത് SMS ആയിട്ടും അതുപോലെ ഇമെയിൽ IDയിലേക്ക് ഇമെയിലായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ക്യാപ്പ് IDയും അതുപോലെ തന്നെ സെക്യൂരിറ്റി കീയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ക്യാപ്പ് IDയും സെക്യൂരിറ്റി കീയും നൽകി ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ലോഗിൻ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രിവ്യൂ എന്നുള്ള ഭാഗത്ത് തന്നെ നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ആ ഒരു ലിങ്കാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ അവിടെ താഴെയുള്ള ക്ലിക്ക് ഹിയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണാൻ പറ്റുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് മാൻഡേറ്ററി ഫീസോ കാര്യങ്ങളോ ഒന്നും അടക്കേണ്ടതില്ല. നിങ്ങൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ അത് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഏത് കോളേജിൽ ഏത് കോഴ്സിന് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് കിട്ടിയവർ മാത്രമേ ഈ ഒരു മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുള്ളൂ. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ നേരത്തെ പറഞ്ഞതുപോലെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ട, സെക്കൻഡ് അലോട്ട്മെൻറ്റായിട്ട് വെയിറ്റ് ചെയ്യുക. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആ ഒരു പേജിൽ തന്നെ ഇതുപോലെ മാൻഡേറ്ററി ഫീ എന്ന് പറഞ്ഞുള്ള ഒരു ടാബ് ഉണ്ടാവും. അവിടെ ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ഏകദേശം ഒരു 900 സംതിങ് അതായത് 1000 രൂപയ്ക്ക് താഴെയായിരിക്കും നിങ്ങൾക്ക് ആ ഒരു മാൻഡേറ്ററി ഫീസ് വരിക. ചിലപ്പോൾ 1300 ആ റേഞ്ചിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപയാണ് മാൻഡേറ്ററി ഫീസ് വരുന്നത്, അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അടച്ചാൽ മതി. ഓൺലൈൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പേജ് വഴിയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത്. ഇവിടെ മാൻഡേറ്ററി ഫീ എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്ക് അവിടെ അതിന് നേരെ ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എത്ര രൂപയാണ് മാൻഡേറ്ററി ഫീസ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഫീസ് നിങ്ങൾ ഓൺലൈനായിട്ട് അതായത് നിങ്ങളുടെ പ്രൊഫൈൽ മുഖേനയാണ് നിങ്ങൾ ആ ഒരു ഫീസ് അടക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഫീസ് അടച്ച ശേഷം വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും അതിൻ്റെ ആ ഒരു റെസിപ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അത് അഡ്മിഷൻ സമയത്ത് ആവശ്യമാണ്. അതുപോലെ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു കൺഫർമേഷനാണ് ആ റെസിപ്റ്റ് എന്ന് പറയുന്നത്, അത് ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ ആ ഒരു റെസിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചു, അപ്പോൾ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തു, അപ്പോൾ അഡ്മിഷൻ എപ്പോഴാണ് എടുക്കേണ്ടത്? അഡ്മിഷൻ എടുക്കേണ്ടത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം മാത്രമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുള്ളൂ. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഇഷ്ടമുള്ള ഓപ്ഷനാണ് കിട്ടിയത്, അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും പല ഓപ്ഷനുകളായിരിക്കും ഇഷ്ടമായിട്ടുണ്ടാവുക. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 20 ഓപ്ഷൻസ് കൊടുക്കാനുള്ള ഒരു അവസരം ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഏകദേശം 20 ഓപ്ഷൻ തന്നെ കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ 20 ഓപ്ഷൻസ് കൊടുത്ത സമയത്ത് അതായത് നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് ഞാനൊരു 5 ഓപ്ഷൻ വെച്ച് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അത് നിങ്ങളിപ്പോൾ ഒരു 20 ഓപ്ഷൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിൽ അലോട്ട്മെൻറ്റായിട്ട് കിട്ടിയത് ഒന്നാമത്തെ ഓപ്ഷനാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ അവിടെ ആ ഒരു മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് നിങ്ങൾ അടക്കുന്നു. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു വിദ്യാർത്ഥി ചോദിച്ചതായിരുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എൻ്റെ ആ ഒരു ഓപ്ഷൻ ചേഞ്ച് ആയിട്ട് വേറെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടില്ലേ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സംശയത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. അതായത് ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ അവിടെ നിങ്ങൾ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ സീറ്റ് അവിടെ കൺഫേം ആയി. കാരണം നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ്റെ മുകളിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം ഒന്നാമത്തെ ഓപ്ഷൻ്റെ മുകളിൽ 0 എന്നാണ് വരുന്നത്, അതായത് 1ൻ്റെ മുകളിൽ 0 ആണ്. അപ്പോൾ അതിന് ശേഷം 0 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് കൺഫേം ആയി. അപ്പോൾ
പല വിദ്യാർത്ഥികൾക്കും പിന്നീടുള്ള ഒരു ഡൗട്ടായിരിക്കും, ഒന്നാമത്തെ ഓപ്ഷൻ്റെ താഴെയുള്ള 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെയുള്ള ആ ഒരു 20 വരെയുള്ള ഓപ്ഷൻ അടുത്ത അലോട്ട്മെൻറ്റ് പരിഗണിച്ച് എനിക്ക് അതിലേക്ക് അലോട്ട്മെൻറ്റ് തരുമോ എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ അലോട്ട്മെൻറ്റ് തരില്ല. നിങ്ങൾക്കിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ അതിന് താഴെയുള്ള അതായത് 2, 3, 4, 5, 6 തൊട്ട് 20 വരെയുള്ള എല്ലാവിധ ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നതോടുകൂടി വിദ്യാർത്ഥികൾക്ക് ആകെയുള്ള ഓപ്ഷനായിട്ട് ഒന്നാമത്തെ ഓപ്ഷനിൽ തന്നെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ആ ഒരു മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല, കാരണം ഒന്നാമത്തെ ഓപ്ഷൻ്റെ മുകളിൽ വേറെ ഒരു ഓപ്ഷനും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു വിദ്യാർത്ഥിയുടെ ഡൗട്ടിൻ്റെ ആ ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിന് മുകളിൽ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മാറില്ല. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേറൊരു ഓപ്ഷൻ കിട്ടില്ല. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയ ഓപ്ഷൻ്റെ താഴെയുള്ള ഓപ്ഷനെ യാതൊരു കാരണവശാലും പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. ഇനി വിദ്യാർത്ഥികൾക്കുള്ള അടുത്ത ഡൗട്ടായിരിക്കും, എനിക്കിപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ ഞാൻ അവിടെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു സീറ്റ് കൺഫേം ആണോ, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം എനിക്ക് ആ ഒരു സീറ്റ് കൺഫേം ആണോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് അല്ല, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്. അപ്പോൾ അവിടെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ആ ഒരു സീറ്റിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും സാധ്യത കുറവാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളിവിടെ ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയെന്നുള്ളത് കൊണ്ട് 1, 2, 3, 4 ഓപ്ഷനുകൾ അവിടെ ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷൻ തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ തന്നെ ഇഷ്ടപ്പെട്ടു, എന്നാൽ അതിൻ്റെ മുകളിൽ ഹയർ ഓപ്ഷൻസ് അവിടെ ബാക്കിയുണ്ട്. ഹയർ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷനാണ് എനിക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിന് മുകളിലുള്ള 1 തൊട്ട് 4 വരെയുള്ള അതായത് ആ ഒരു ഓപ്ഷൻ്റെ മുകളിലുള്ള ബാക്കി ഓപ്ഷൻ മാത്രമാണ് ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 6, 7, 8, 9, 10 ആ ഒരു ഓപ്ഷൻസൊക്കെ ഓട്ടോമാറ്റിക്കലി 5ാമത്തെ ഓപ്ഷൻ കിട്ടുന്നതുകൊണ്ട് അത് ഡിലീറ്റ് ആയി പോകും. പിന്നീടുള്ള അലോട്ട്മെൻറ്റ് അതിനെ പരിഗണിക്കില്ല. പിന്നീട് ഹയർ ഓപ്ഷനുകളായിട്ടുള്ള 5ാമത്തെ ഓപ്ഷൻ കിട്ടിയതുകൊണ്ട് 1, 2, 3, 4, 5 എന്നിങ്ങനെയുള്ള 1, 2, 3, 4 എന്ന ഓപ്ഷനുകൾ മാത്രമാണ് ഹയർ ഓപ്ഷൻ. നിങ്ങൾക്ക് ഇപ്പോൾ 10ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ 1 മുതൽ 9 വരെയുള്ള ഓപ്ഷനുകളാണ് അതിൻ്റെ ഹയർ ഓപ്ഷനായിട്ട് വരിക. അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ ഹയർ ഓപ്ഷൻ നിലനിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഥവാ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേറെ ഒരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സീറ്റ് അങ്ങോട്ടേക്ക് പോകും. ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഈ ഒരു 5ാമത്തെ ഓപ്ഷൻ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്, അവിടെ ഹയർ ഓപ്ഷൻസ് നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, 5ാമത്തെ ഓപ്ഷനിൽ തന്നെയാണ് നിങ്ങളുടെ അഡ്മിഷൻ ആ ഒരു അലോട്ട്മെൻറ്റ് ഉള്ളത് എങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ആ ഒരു സീറ്റിൽ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതേസമയം നിങ്ങൾ ഹയർ ഓപ്ഷൻസ് അവിടെ തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ നിലനിർത്തിയിട്ടുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടി. അപ്പോൾ അങ്ങനെയെങ്കിൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു സീറ്റിൽ ജോയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഒരിക്കലും ജോയിൻ ചെയ്യാൻ പറ്റുന്നതല്ല. നിങ്ങൾക്ക് ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് എവിടേക്കാണോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് അവിടെ ആ ഒരു കിട്ടിയ ഓപ്ഷൻ്റെ താഴെയുള്ള എല്ലാവിധ ഓപ്ഷനും അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ഓപ്ഷൻ ഉൾപ്പെടെ റിമൂവ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു സീറ്റിലാണ് നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടാവുക. നിങ്ങൾ ഓൾറെഡി അടച്ച മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് പുതുതായിട്ട് കിട്ടിയ ആ ഒരു സീറ്റിലേക്ക് ആ ഒരു ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്നത് ആയിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 1ാമത്തെ ഓപ്ഷൻ 5ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷൻ തന്നെ ആയിരിക്കണമല്ല, വേറെ ഏതെങ്കിലും ഓപ്ഷൻ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ 5ാമത്തെ ഓപ്ഷനിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സീറ്റാണ്, എനിക്ക് ആ ഒരു സീറ്റിൽ തന്നെ മതി, ആ ഒരു കോളേജിൽ തന്നെ മതി എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ഓൾറെഡി ചെയ്യുന്നു. അങ്ങനെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഞാൻ ഇവിടെ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്തതുകൊണ്ട് തന്നെ എനിക്ക് പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റ് പരിഗണിക്കാൻ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തത് കാരണം തന്നെ എനിക്ക് 5ാമത്തെ ഓപ്ഷനിൽ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. ഇനി അതേസമയം എനിക്ക് ഇവിടെ സ്പെസിഫിക് ഓപ്ഷനായിട്ട് അതായത് അതായത് 2ാമത്തെയും 3ാമത്തെയും ഓപ്ഷൻ എനിക്ക് വേണ്ടെങ്കിൽ അതിനെ മാത്രമായിട്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ അടുത്ത അലോട്ട്മെൻറ്റിൽ എനിക്കിപ്പോൾ എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു 5ാമത്തെ ഓപ്ഷനിൽ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. അഥവാ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എനിക്കിപ്പോൾ 1ാമത്തെ ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു 1ാമത്തെ ഓപ്ഷനിലായിരിക്കും എൻ്റെ അഡ്മിഷൻ ഉണ്ടാവുക. ഇവിടെയുള്ള എല്ലാവിധ ഓപ്ഷൻസും റിമൂവ് ചെയ്യപ്പെടും. അതായത് എനിക്ക് കിട്ടിയ ഓപ്ഷൻ്റെ താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും റിമൂവ് ചെയ്യപ്പെടും. അതിനാൽ തന്നെ എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു കോളേജിൽ ഞാൻ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഓപ്ഷനാണ് നിലവിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആയിട്ട് കിട്ടുന്നതെങ്കിൽ അവിടെ ഹയർ ഓപ്ഷൻ നിലനിർത്തുക. ആദ്യം മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുക, അതിനുശേഷം ഹയർ ഓപ്ഷൻസ് അവിടെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കിട്ടിയിട്ടുള്ള ഓപ്ഷന് മുകളിലുള്ള ഓപ്ഷനുകളാണ് ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഹയർ ഓപ്ഷനിലേക്ക് പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് എനിക്ക് അങ്ങോട്ടേക്ക് മാറാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ എനിക്ക് 5ാമത്തെ ഓപ്ഷൻ കിട്ടി, എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നു. അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് എനിക്കിപ്പോൾ 1ാമത്തെ ഓപ്ഷനല്ല 2ാമത്തെ ഓപ്ഷനാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ അങ്ങോട്ടേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ എൻ്റെ അവിടെ അതായത് ആദ്യത്തെ സീറ്റ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടി എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ ആ ഒരു കോളേജിലേക്ക് എനിക്ക് മാറുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് 1ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ നേടാം. കാരണം ഇതിന് താഴെയുള്ള ഓപ്ഷനുകളെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇതിന് മുകളിലുള്ള 0 എന്ന് പറയുന്ന ഓപ്ഷൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ 1ാമത്തെ ഓപ്ഷനല്ല വേറെ ഏതെങ്കിലും ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സീറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ആ ഒരു സീറ്റിൽ തന്നെ മതി എന്നാണെങ്കിൽ അവിടെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യും. അതിനുശേഷം ഹയർ ഓപ്ഷൻസ്
റിമൂവ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇനി അതേസമയം നിങ്ങൾക്ക് ഇത് സ്പെസിഫിക് ഓപ്ഷൻസ് മാത്രമാണ് റിമൂവ് ചെയ്യേണ്ടതുള്ളതെങ്കിൽ അങ്ങനെ അതിനെ മാത്രം നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതും അതുപോലെ തന്നെ പിന്നീട് സെക്കൻഡ് അലോട്ട്മെന്റ് വേറൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെന്റ് കിട്ടുന്ന സാഹചര്യത്തിൽ അങ്ങോട്ടേക്ക് മാറാൻ സാധിക്കുന്നതും ആയിരിക്കും. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് വേറൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെന്റ് കിട്ടുകയാണെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെടുന്നതും അവിടെ അടച്ച മാൻഡേറ്ററി ഫീസ് പുതുതായിട്ട് കിട്ടിയ ഒരു സീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ 5ാമത്തെ ഓപ്ഷൻ മതിയെങ്കിൽ 1 മുതൽ 4 വരെയുള്ള അതായത് അതിൻ്റെ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുത്താൽ പിന്നീട് സെക്കൻഡ് അലോട്ട്മെന്റ് വേറെ ഓപ്ഷനിലേക്ക് കിട്ടാൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതായത് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു ആദ്യം കിട്ടിയ സീറ്റിൽ പെർമനന്റ് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഓപ്ഷനാണ് നിലവിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്താവുന്നതും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ ഓപ്ഷനിലേക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ മാറാനും സാധിക്കുന്നതാണ്. ഇപ്പോൾ ഹയർ ഓപ്ഷൻ നിലനിർത്തുകയാണെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ ആ ഒരു കോഴ്സ് ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്താൽ അത് ചേഞ്ച് ആവാനുള്ള സാധ്യത വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കിട്ടിയിട്ടുള്ള സീറ്റിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു വിദ്യാർത്ഥി ചോദിച്ച ആ ഒരു സംശയത്തിൻ്റെ ആ ഒരു കാര്യം കൂടി പറയാം. 1ാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ 2ാമത്തെയോ 3ാമത്തെയോ 4ാമത്തെ ഓപ്ഷനുകളെ പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് പരിഗണിക്കില്ല. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്ഷൻ്റെ താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെടും. പിന്നീട് അതിനെ ആ ഒരു അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതായിരിക്കില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. അല്ലാതെ കോളേജിൽ അഡ്മിഷനായിട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എഡിറ്റ് ചെയ്യാനായിട്ട് ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ ലിങ്കും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ ലഭ്യമാവുന്നതായിരിക്കും. അപ്പോൾ ചില സമയത്ത് അൺലോക്ക് ഓർ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതേക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.